പ്രഭാതവന്ദനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. ഫിലിപ്പിയർ 2:8 എഴുതിയിരിക്കുന്നത് പോലെ തന്നെത്താൻ താഴ്ത്തി കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടി തലയിൽ വലിയൊരു മുൾക്കിരീടം, പിന്നീട് മുഖത്തേറ്റ പ്രഹരങ്ങൾ, മുഖത്ത് തുപ്പിയ അവസ്ഥകൾ, ഒരു ഉഴവുചാൽ പോലെ ഒരു സ്ഥലം പോലും ഇല്ലാതെ ചമ്മട്ടി കൊണ്ട് ഏറ്റ അടികൾ, അങ്ങനെ ഒരുപാട് സഹനങ്ങളിലൂടെ പിന്നീട് ക്രൂശിൽ വരെയും എത്തുകയും അവിടുന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു. തൻ്റെ രക്തം മുഴുവനും നമുക്ക് വേണ്ടി തന്നു. അങ്ങനെ പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം യേശു അത് കാണിച്ചു തന്നു. എന്നാൽ അവിടെ നിന്ന് ആ കഥ അവസാനിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. കർത്താവ് ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ. ഞാനിത് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പാണ് കത്തോലിക്ക സഭയുടെ വലിയ ഇടയനായിട്ടുള്ള പോപ്പ് കാലം ചെയ്തു മാറിപ്പോയത്. ഈ ലോകത്തിലായിരുന്നപ്പോൾ അദ്ദേഹം പലർക്കും പ്രത്യാശ കൊടുത്തിട്ടുണ്ടാവും, പലർക്കും വലിയൊരു ആശ്വാസത്തിന് ഇടയായിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തെ മരിച്ച ശേഷം കുറച്ച് നാളൊക്കെ ഓർക്കുമെങ്കിലും പിന്നീട് മരണശേഷം ഒരു പ്രത്യാശ കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ യേശു ജീവിക്കുന്ന യേശുവാണ്. യേശു ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ വലിയ രക്ഷയ്ക്കും നമ്മുടെ പ്രത്യാശയ്ക്കും ഇടയായി തീർന്നിരിക്കുന്നത്. ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നമ്മുടെ യേശു ജനിച്ച് മരിച്ചില്ലായിരുന്നെങ്കിൽ അത് പോയിന്റ്ലെസ് ആയനെയായിരുന്നു. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ അത് പവർലെസ് ആയേനെ. എന്നാൽ നമ്മുടെ യേശു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് നമുക്കെല്ലാം ഫ്രീഡം തന്നുകൊണ്ട്, പാപത്തിൽ നിന്ന് ഫ്രീഡം തന്നുകൊണ്ട് എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. ഹെബ്രായർ 7:25 ഒരു വചനമുണ്ട്: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതെ, നമ്മുടെ യേശു സദാ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനത്തെ പൂർണ്ണമായി രക്ഷിക്കുവാനായിട്ട് പ്രാപ്തനായിട്ടുള്ള യേശുവാണ് നമുക്കുള്ളത്. ജീവിക്കുന്ന നമ്മുടെ യേശു എന്ത് വലിയ സൗഭാഗ്യമാണ് നമുക്കുള്ളത്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദയമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ജനിച്ച് ജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് തൻ്റെ രക്തം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി ചിന്തി തൻ്റെ സ്നേഹത്തെ പൂർണ്ണമായി ഞങ്ങൾ കാണിച്ച് നിന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് തന്ന വലിയ പ്രത്യാശയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പ. ആ പ്രത്യാശയിൽ ഞങ്ങൾ ജീവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അങ്ങ് തരുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.